ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. അതിവിശുദ്ധൻ തിരുവിന്മേൽ വസിക്കുന്നോരേ, താഴ്മയോടെ യാഗമായി തിരുമുൻപിൽ വണങ്ങിടുമ്പോ ആത്മസൗഖ്യം ഏകി നീ അടിയാരെ പോഷിപ്പിക്കാം. യഹോവ റാഫ, യഹോവ ശമ്മ, ഉന്നതൻ നീയെ കൂടിയിരിക്കുന്നു. യഹോവ റാഫ, യഹോവ ശാലോം, യാഹേ നീ മാത്രം സൗഖ്യമേകുന്നു. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി, യഹോവ ഈരേ. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി, യഹോവ ഈരേ. മുഖമടിയാ തേടിടുമ്പോ അകൃത്യം നീ പൊറുക്കേണമേ. ദേശമെങ്ങും സൗഖ്യം നേടി പ്രാണനാഥനെ ഉയർത്തിയിടുമേ. സ്വർഗകലാം ചേരുവോളം അങ്ങേ ചുമലിലായി വഹിക്കേണമേ. യഹോവ റാഫ, യഹോവ ശമ്മ, ഉന്നതൻ നീയെ കൂടിയിരിക്കുന്നു. യഹോവ റാഫ, യഹോവ ശാലോം, യാഹേ നീ മാത്രം സൗഖ്യമേകുന്നു. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി, യഹോവ ഈരേ. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി, യഹോവ ഈരേ.
ശമ്മ, യഹോവ നീസി, യഹോവ ഈരേ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ചെറിയ പ്രാർത്ഥനകളുടെ വലിയ ശക്തിയാണ് നമ്മുടെ ധ്യാന വിഷയം. ചെറുതെങ്കിലും ദൈവത്തെ ചലിപ്പിക്കുന്നതായ കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ, ഹ്രസ്വ പ്രാർത്ഥനകൾ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചത് 3 കാര്യങ്ങളാണ്. ചുങ്കക്കാരൻ്റെ ചെറിയ പ്രാർത്ഥന, ദൈവമേ പാപിയായ എന്നോട് കരുണ തോന്നണമേ. അവൻ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങിപ്പോയി. പിന്നീട് നാം ധ്യാനിച്ചത് കനാന്യ സ്ത്രീ. മകളുടെ ഭൂതോദ്രവം കഠിനമാണ്. ആവശ്യക്കാരിയായി തടസ്സങ്ങളെ അതിജീവിച്ച് കർത്താവിനോട്, കർത്താവേ ദാവീദുപുത്ര എന്നോട് കരുണ തോന്നണമേ, കർത്താവേ എന്നെ ഒന്ന് സഹായിക്കണമേ. ഉടനെ മകൾക്ക് സൗഖ്യം ലഭിച്ചു. 3ാമത് ഞാൻ ധ്യാനിച്ചു ബർത്തിമായി എന്ന കുരുടൻ. വഴിയിലിരുന്നുകൊണ്ട് യേശു കടന്നു പോകുന്നു എന്ന് കേട്ടപ്പോൾ, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ഉള്ളം തൊട്ടപേക്ഷിച്ചു. കർത്താവ് വിളിച്ചു, കാഴ്ച കിട്ടണമെന്നുള്ള അപേക്ഷ ആവർത്തിച്ചു. കർത്താവ് സൗഖ്യം കൊടുത്തു. ഉടനെ കാഴ്ച ലഭിച്ചു. ഇന്ന് നാം മുടിയൻ പുത്രൻ മടങ്ങി വന്ന് പിതാവിനോട് പറയുന്നതായ, അതിന് തീരുമാനിച്ചതായ ഒരു ചെറിയ അപേക്ഷയാണ്, എന്നെ ആക്കണമേ. അപ്പനോട് എനിക്ക് അവകാശമുള്ള ഭൂസ്വത്തുക്കൾ തരണം എന്ന് ചോദിച്ചു ആദ്യം. എന്നാൽ ഇപ്പോൾ എന്നെ ആക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാം തകർത്തു തരിപ്പണമാക്കി. അപ്പൻ്റെ പരിധിക്കുള്ളിൽ അപ്പൻ്റെ സ്നേഹം ആസ്വദിച്ചുകൊണ്ട് വീട്ടിൽ അനുസരണത്തോടെ വിനയത്തോടെ കഴിയുവാനോ അവന് മനസ്സില്ല. അവന് ലോകത്തിൽ സുഖിച്ചു പൊളച്ച് സകല പാപത്തിൻ്റെ മ്ലേച്ഛതകളുടെ മട്ടും ഊറ്റിക്കുടിച്ചുകൊണ്ട് ജീവിക്കണം. എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമെന്ന് ചോദിച്ചുകൊണ്ട് സമാഹരിച്ചുകൊണ്ട് അവൻ ഇറങ്ങി. എല്ലാം നശിപ്പിച്ചു. പന്നികളെ മേയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ആ സംഭവം വളരെ വ്യക്തമായിട്ട് അറിയാം. ഒരടി പോലും മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്ത ഗുരുതരമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അവൻ എത്തിത്തീർന്നു. ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. അവന് പട്ടിണി വന്നതും, ഭക്ഷണം കിട്ടാതെ വിശപ്പ് അനുഭവിക്കേണ്ടി വന്നതും, ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ സാധ്യമല്ലാത്ത ഗുരുതരമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അവനെ കൊണ്ട് എത്തിച്ചതും പിതാവൻ ദൈവത്തിൻ്റെ സ്നേഹമാണ്. അവൻ്റെ സ്വന്തം അപ്പൻ്റെ സ്നേഹമാണ്. അവന് ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ടു. ആസ്തി നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, അഭിമാനം നഷ്ടപ്പെട്ടു, വസ്ത്രങ്ങളെല്ലാം പോയി, വയറെല്ലാം മുട്ടി. പക്ഷെ നഷ്ടപ്പെടാത്ത ഒന്നുണ്ട്, സ്വന്തം അപ്പൻ്റെ സ്നേഹം. ഈ അപ്പൻ്റെ സ്നേഹമാണ് നിങ്ങളെയും ഇന്ന് തേടി ഈ വചനവുമായിട്ട് അടുക്കൽ വന്നിരിക്കുന്നത്. ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മക്കൾ ആരെല്ലാം ഇത് കേൾക്കുന്നുണ്ട്? പിതാവിൻ്റെ സ്നേഹത്തിലും അനുസരണത്തിലും വിശുദ്ധിയിലും ദൈവത്തോടുള്ള നിരന്തര ബന്ധത്തിലും പാപത്തിൻ്റെ ഇമ്പത്തിൽ രസിക്കാതെ ദൈവത്തോട് പറ്റിച്ചേർന്ന് മുന്നോട്ട് പോകണമെന്നുള്ളതായ ആഗ്രഹത്തെ അതിജീവിച്ചുകൊണ്ട് എനിക്ക് സുഖിക്കണം, എനിക്ക് രസിക്കണം, മദ്യത്തിൽ ലഹരിയിൽ എനിക്ക് ചാഞ്ചാടി നടക്കണം, ലൈംഗികമായിരിക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് രസിച്ച് സുഖിക്കണം, പ്രേമത്തിൻ്റെയും കഞ്ചാവിൻ്റെയും ലൈംഗികതയുടെയും പിന്നാലെ ലോകത്തിൻ്റെ സകല മ്ലേച്ഛതകളും രുചിച്ചുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകണം. അങ്ങനെ തീരുമാനിച്ച് ദൈവത്തിൽ നകന്നുപോയ മക്കൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുവെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളോട് കെഞ്ചിക്കൊണ്ട് പറയട്ടെ, ഇന്ന് പ്ലീസ് മടങ്ങി വരുവിൻ്റെ ദിവസമാക്കി മാറ്റണം. മടങ്ങി വരുവിൻ്റെ ദിവസമാക്കി മാറ്റണം. ഞാൻ നിങ്ങളോട് സത്യം തുറന്ന് പറയാം, അപ്പൻ നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണ്. ആകെ നഷ്ടപ്പെട്ടു പോകാത്ത അപ്പൻ്റെ സ്നേഹം മാത്രമാണ്. കൃപയുടെ ചരടിൻ്റെ നീളം മറ്റുപോയിട്ടില്ല.
കാൽവറി സ്നേഹത്തിൻ്റെ ആ ചരടിൻ്റെ നീളം അറ്റുപോയിട്ടില്ല. ഞാൻ ദൈവത്തിൽ നിന്ന് ഏറെ അകന്ന് ഭക്തനായിട്ട് ജീവിച്ചുവെങ്കിലും വിശുദ്ധിയില്ലാതെ, വിശ്വാസമില്ലാതെ, പാപത്തിൻ്റെയും ലോകത്തിൻ്റെയും ജഡത്തിൻ്റെയും പിന്നാലെ സുഖിച്ചു പൊളച്ചു നടന്നൊരു കാലമുണ്ടായിരുന്നു. അന്നും ഞാനൊരു ആത്മീയൻ്റെ പരിവേഷത്തിലാണ് നടന്നത്. പക്ഷേ സത്യദൈവം, എന്നെ സ്നേഹിക്കുന്ന ദൈവം എന്നെ ഈ സത്യത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നു. കാൽവറിയിലെ സ്നേഹത്തിൻ്റെ മാധുര്യം എന്താണ് എന്ന് വചനത്തിലൂടെ ചൂണ്ടിക്കാണിച്ചു തന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൻ്റെ ചരട് എന്നെ വരിഞ്ഞു മുറുക്കി രക്തമാർന്നടിക്കുന്ന കാൽവറി ക്രൂശിനോട് ചേർത്ത് ബന്ധിച്ചു. കൃപയാൽ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ശുദ്ധീകരണ ശക്തിയുടെ വ്യാപാരം അടിയന് മനസ്സിലായി. വിശുദ്ധിയുടെ സൗരഭ്യവും സുഖവും എന്താണ് കുറേശ്ശെ രുചിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ പാപത്തിൻ്റെ മ്ലേച്ഛതകളും ജഡത്തിൻ്റെ സുഖങ്ങളും പ്രൗഢികളും എനിക്ക് വെറുപ്പായി തുടങ്ങി. ഇനി ആകെ എനിക്ക് സുഖവും സന്തോഷവും തരുന്നത് അരുമനാഥനോടുള്ള പിരിയാത്ത സ്നേഹബന്ധം മാത്രമാണ്. ഹല്ലേലൂയ. ആ ചൂടിൽ ജീവിതം കഴിക്കണമെന്നാണ് ആഗ്രഹം. ദൈവമക്കളെ, പാപിയായ എന്നെ തേടി വന്ന കാൽവറിയിലെ സ്നേഹം ഇന്ന് നിങ്ങളെ മാടി വിളിക്കുകയാണ്. മുടിയനായ പുത്രൻ അവിടെ തീരുമാനിച്ചു, ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കൽ പോകും. ഞാനിവിടെ പട്ടിണി കിടക്കുകയാണ്, അപ്പൻ്റെ വീട്ടിൽ സമൃദ്ധിയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ചെന്ന് ഞാനൊരു വാക്ക് പറയും, അപ്പാ, സ്വർഗത്തോടും നിന്നോടും വിരോധമായി ഞാൻ പാപം ചെയ്തു പോയി. മകനെന്ന് വിളിക്കപ്പെടാൻ എനിക്ക് യോഗ്യതയില്ല. കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എങ്കിലും എന്നെ ആക്കണമേ എന്ന്. ദൈവമക്കളെ, നിങ്ങൾക്കിന്ന് സുബോധം കിട്ടുന്ന ദിവസമായി മാറണം. എന്താണ് സുബോധം? ഞാൻ നശിക്കുകയാണെന്നുള്ള സുബോധം. എന്താണ് സുബോധം? അപ്പൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള ഉത്തമമായ ബോധ്യം. എന്താണ് സുബോധം? എനിക്ക് എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് മാപ്പപേക്ഷിക്കണം എന്നുള്ളതായ കുറ്റബോധം. ദൈവത്തിന് സ്തോത്രം. തീരുമാനം മാത്രം പോരാ, തീരുമാനത്തിന് കാലുകൾ വെക്കണം. നിങ്ങൾ അനേക തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, കൈ പൊക്കിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുണ്ടോ? ഇന്ന് അതിനുള്ളൊരു സ്പെഷ്യൽ ഗ്രേസ് ദൈവം തരും. അവൻ ശക്തി പ്രാപിച്ചെഴുന്നേറ്റു. അവൻ പട്ടിണിയിലാണ്, നടക്കാനും മറ്റുള്ള ഉപാധിയൊന്നുമില്ല. എങ്കിലും അവൻ പ്രാഞ്ചി നടന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇവൻ്റെ കാലുകൾക്ക് വേഗതയില്ല. പക്ഷേ അങ്ങ് ദൂരത്ത് നിന്ന് ഈ ശബ്ദം കേട്ട് നോക്കിയപ്പോൾ മകൻ ഇതാ കരഞ്ഞുകൊണ്ട് അടുത്തു വരുന്ന കാഴ്ച അപ്പൻ കാണുകയാണ്. അപ്പൻ്റെ കാലുകൾക്ക് അതിവേഗതയാണ്. ഭാവി, നീ ഒരടി എടുത്തു വയ്ക്കുമ്പോൾ 100 അടി കർത്താവ് നിന്റെ അടുക്കിലേക്ക് വരും. ഞാൻ നിങ്ങളോട് അനുഭവിച്ചുകൊണ്ട് പറയട്ടെ, അപ്പാ, തെറ്റുപറ്റിപ്പോയി, കരുണ തോന്നണമേ എന്ന് അപേക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ അടുക്കലേക്ക് അരുമനാഥൻ്റെ കാലടികൾ തേടി ഓടി വരികയാണ്. നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ അടുക്കലേക്ക് തേടിപ്പോയ നല്ല ഇടേൻ്റെ കാലുകൾ ഇന്ന് അകന്നുപോയ ആൾക്കാരുടെ യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടി അടുത്ത് വരികയാണ്. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? തെറ്റുപറ്റിപ്പോയി, എന്നെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. ഇവൻ പറഞ്ഞ് എന്നെ ഒന്ന് ആക്കണമേ. ആരാക്കണം? മകനാക്കണ്ട, കൂലിക്കാരനാക്കിയാൽ മതി. പക്ഷേ അപ്പൻ മകനായി സ്വീകരിച്ചു. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിച്ചു. നഷ്ടപ്പെട്ടു പോയവനായിരുന്നു, മടങ്ങി വന്നിരിക്കുന്നു. എൻ്റെ ആനന്ദവും സന്തോഷവും നഷ്ടപ്പെട്ടു പോയി, ഇപ്പോൾ ആനന്ദിച്ച് തുടങ്ങി. വീടടക്കം ആനന്ദമായി. ഹല്ലേലൂയ. ദൈവത്തെ വേദനിപ്പിച്ച ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നൊമ്പരം കൊടുത്തവരാരെങ്കിലും ഉണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗം സന്തോഷിക്കും. ഹല്ലേലൂയ. ഇന്ന് സ്വർഗം സന്തോഷിക്കുന്ന ദിവസമായി മാറട്ടെ. ആരെല്ലാം തീരുമാനിക്കുന്നുണ്ട്, ആരെല്ലാം എഴുന്നേൽക്കുന്നുണ്ട്, ആരെല്ലാം വിശ്വാസത്തിൻ്റെ കാലടികൾ എടുത്തു വെച്ച് പാമോന് ഒഴുകി വരുന്ന ക്രൂശിൻ ചോട്ടിലേക്ക് വരുന്നുണ്ട്. അരുമനാഥൻ ഇതാ നിന്നെ തേടി വന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പാപിയെ തേടി വരുന്ന ദൈവം പാപിയെ കണ്ടെത്തിയ സ്ഥലമാണ് കാൽവറിയിലെ ക്രൂശ്. ആ ക്രൂശിലേക്ക് നിങ്ങൾക്ക് നോക്കാമോ? ആ ക്രൂശിനൊന്ന് കെട്ടിപ്പിടിക്കാമോ? പാപത്തോട് യാത്ര പറയാമോ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ യഥാസ്ഥാനപ്പെടുന്ന ദിവസമായി മാറണം. പാപിയുടെ മാനസാന്തരത്തിന്റെ ദിവസം, സ്വർഗരാജ്യത്തിൻ്റെ പർദീസയുടെ അവകാശം ലഭിക്കുന്ന ദിവസം. അതിന് ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് കൃപ തരട്ടെ. ഒന്ന്, എന്നെ ആക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 23:42, ചെറുതെങ്കിലും ദൈവത്തിന്റെ ഹൃദയത്തെ ചലിപ്പിക്കുന്ന പ്രാർത്ഥന. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. കൊച്ചു പ്രാർത്ഥനയാണ്. എവിടെ കിടന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്? ക്രൂശിൽ കിടന്നുകൊണ്ടാണ്. 2 കള്ളന്മാർ വലത്തും എടുത്തും.
കർത്താവായ യേശുക്രിസ്തു നടുവിലത്തെ ക്രൂശിൽ വേദനയോടെ കിടക്കുന്നു. രക്ഷ ഒരുക്കുന്ന ക്രൂശ്, രക്ഷ സ്വീകരിക്കുന്ന ക്രൂശ്, രക്ഷ നിരസിക്കുന്ന ക്രൂശ്. മറ്റുള്ളവരുടെ കാഴ്ചയിൽ 3 പേരും കുറ്റക്കാരാണ്. കള്ളന്മാർ 2 പേരും യേശുവിനെ ആദ്യം ദൂഷിക്കുന്നുണ്ട്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുഖത്തേക്ക് വലത്തുഭാഗത്തെ കള്ളൻ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കുകയാണ്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ അധരം ചലിക്കുന്നു. ആകാശത്തിന് കീഴിൽ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത സ്വർഗീയമായിരിക്കുന്ന ശബ്ദം, സ്നേഹത്തിന്റെ ശബ്ദം. പിതാവേ, ഇവർ ചെയ്യുന്ന ഇന്നത് എന്നറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണം. യേശുവിനെ തല്ലുകയാണ്, യേശുവിനെ ചാട്ടുവാറ കൊണ്ട് അടിക്കുകയാണ്, തലയിൽ മുൾക്കിരീടം വെക്കുകയാണ്, കൈകളിലും കാലുകളിലും ആണികൾ അടിച്ചു കയറ്റുകയാണ്, മുഖത്ത് തുപ്പുകയാണ്, രോമം പിഴുതെടുക്കുകയാണ്. ഒരു മനുഷ്യന് നോക്കി നിൽക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ എന്തെല്ലാം വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ ശരീരത്തിലേക്ക് അവർ ചെയ്തു കൂട്ടുന്നത്. ഇതെല്ലാം ചെയ്യുമ്പോഴും യേശുവിൻ്റെ ഒരേ ഒരു പ്രാർത്ഥന, ഈ വലിയ തെറ്റ് ചെയ്യുന്നവരുടെ വലിയ പാപങ്ങൾ നിർത്തരുതേ, അവരോട് ക്ഷമിക്കണമേ. ആ സ്നേഹത്തിന്റെ ശബ്ദം വലത്തുഭാഗത്തെ കള്ളന്റെ ഉള്ളത്തെ ചലിപ്പിച്ചു. ശാപമല്ല, അവർ നശിച്ചു പോകട്ടെ എന്നല്ല, അവർക്ക് ദോഷം വരട്ടെ എന്നല്ല, അവർക്ക് നന്മ വരട്ടെ എന്ന്. പിതാവേ, എന്താണ് പ്രാർത്ഥന? ഇവരോട് ക്ഷമിക്കണമേ. വലതുഭാഗത്തെ കള്ളനറിയാം, ജീവിതത്തിൽ ഒരു നന്മയും ചെയ്തിട്ടില്ലാത്ത വ്യക്തി, അറിയപ്പെടുന്ന സകല തിന്മകളും ചെയ്തു കൂട്ടിയതായിരിക്കുന്ന ഒരു വ്യക്തി. ദൈവത്തിന് മഹത്വം. ഇപ്പോൾ ഇതാ ഒരു ശബ്ദം കേൾക്കുന്നു, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. തേജമയനായ പിതാവാൻ ദൈവത്തിന് ഏകജാതനായ തിരുക്കുമാരനാണ് എന്ന് വലതുഭാഗത്തെ കള്ളന് വിശ്വാസത്തിന് കണ്ണു തുറന്ന് ബോധ്യം കിട്ടുകയാണ്. പാപമോചനം ഒഴുകി വരുന്നതാണ് ഈ ക്രൂശ് മരണം എന്നവന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അവിടെ കിടന്നുകൊണ്ട് മരിക്കുന്ന വ്യക്തിയോട് ജീവൻ ചോദിക്കുകയാണ്. മരിക്കുന്ന വ്യക്തിയോട് പാപമോചനത്തിന്റെ അപേക്ഷയാണ് ഈ വലത്തുഭാഗത്തെ കള്ളൻ അർപ്പിക്കുന്നത്. ഉത്തരം ലഭിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. മരിക്കുന്ന വ്യക്തി, എന്തു വലിയ കാഴ്ചയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് നോക്കിയപ്പോൾ കൊടും പാപിയായിരിക്കുന്ന ആ കള്ളൻ ലഭിച്ചത്. ഇവൻ സ്വർഗത്തിലെ രാജാതി രാജാവാണ്. ഇപ്പോൾ മുൾക്കിരീടധാരിയായി കിടക്കുന്നത്, പക്ഷെ അവൻ പൊൻകിരീടധാരിയായി ഒരിക്കൽ രണ്ടാമത് വരും. വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിലുള്ളതായിരിക്കുന്ന വിശ്വാസം ഇന്ന് അനേക ക്രിസ്ത്യാനികൾക്ക് നഷ്ടപ്പെട്ടത് ആ വലത്തുഭാഗത്തെ കള്ളന് ക്രൂശിലേക്ക് നോക്കിയപ്പോൾ കിട്ടി. ഞാൻ എന്തിനാണിത് പറയുന്നറിയാമോ? ചില തത്വങ്ങളല്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിൽ രക്തം നനഞ്ഞ് വാർന്നൊലിച്ചു കിടക്കുന്ന കർത്താവിൻ്റെ ക്രൂശിലേക്ക് നിങ്ങൾക്കൊന്ന് നോക്കാമോ? ഞാൻ യേശുവിലേക്ക് നോക്കുമ്പോൾ യേശു എന്നെ നോക്കുന്നുണ്ട്. ഹല്ലേലൂയ. വലത്തുഭാഗത്തൻ കള്ളൻ കണ്ടതുപോലെ ഞാൻ നിങ്ങളോട് സത്യം പറയട്ടെ, പാവപ്പെട്ടടിയന് കാൽവറിയിൽ എനിക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച കർത്താവായ യേശുക്രിസ്തു തികഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. അവന്റെ പച്ചരക്തം ഇന്നും വാർന്നൊലിക്കുന്നു, എനിക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ പാപമുള്ളത് കൊണ്ടും പാപപ്രകൃതി ഉള്ളത് കൊണ്ടും ആ രക്തത്തിൻ്റെ ഉറവ ഇതുവരെയും വറ്റിപ്പോയിട്ടില്ല. ഹല്ലേലൂയ. അത് ശുദ്ധീകരിക്കുന്ന രക്തമാണ്, അത് വീണ്ടെടുക്കുന്ന രക്തമാണ്, അത് കഴുകുന്ന രക്തമാണ്, അത് ജീവൻ നൽകുന്ന രക്തമാണ്, അത് അടയാളമിടുന്ന രക്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലത്തുഭാഗത്തെ കള്ളൻ പ്രാർത്ഥിച്ചു, എനിക്ക് ക്രൂശിൽ നിന്നിറങ്ങി വീണ്ടും ജീവിക്കണമെന്നല്ല. മറ്റേ കള്ളനെ പോലെ നീ ഇറങ്ങി വന്ന് നിന്നെയും രക്ഷിക്കുക എന്നെയും രക്ഷിക്കാനല്ല. എനിക്ക് ജഡികമായ ലോകപ്രദമായിരിക്കുന്ന രക്ഷയല്ല വേണ്ടത്, എൻ്റെ ആത്മാവിൻ്റെ രക്ഷയാണ് എനിക്ക് വേണ്ടത്. ഹല്ലേലൂയ. അവൻ എന്ത് പ്രാർത്ഥിച്ചു? നീ രാജ്യത്വം പ്രാപിച്ച് വരുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണമേ. ഹല്ലേലൂയ. നീ രാജ്യത്വം പ്രാപിച്ച് വരുമ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ അവകാശം എനിക്ക് തരണമേ. എന്താണ് മറുപടി? ദൈവത്തിന് സ്തോത്രം. ഇന്ന് നീ എന്നോടുകൂടി പർദീസയിലിരിക്കും. യേശുവിൻ്റെ നാവിൽ നിന്ന് ഉതിർന്നു വന്ന് അവൻ്റെ ചെവികളിലും ഹൃദയത്തിലും മുഴങ്ങിയതായ ശബ്ദമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. കാൽവരി ക്രൂശിൽ കാത്തിരിപ്പിന് ആവശ്യമില്ല. ഞാനിത് പറയുമ്പോൾ വലത്തുഭാഗത്തെ കള്ളൻ ഇപ്പോൾ സ്വർഗീയ പർദീസയിലാണ്. അതിന് കാരണം എന്താണ്? എനിക്ക് ആ നിർമ്മല സുവിശേഷം പറയാതെ കടന്നു പോകാൻ സാധ്യമല്ല. അതിന് കാരണം എന്താണ്? അവൻ ചെയ്ത പുണ്യപ്രവൃത്തി വല്ലതും ആണോ? അവൻ ചെയ്തതായിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തു കൂട്ടിയതായിരിക്കുന്ന ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പ്രാർത്ഥനയുടെ കേമോ വല്ലതും ആണോ? അവൻ നന്മകളൊന്നും ചെയ്തിട്ടില്ല.
അവന് വീണ്ടും നന്മകൾ ചെയ്യാൻ ഇറങ്ങിപ്പോയിട്ടുമില്ല. അവനാകെ ക്രൂശിലേക്ക് നോക്കി അപേക്ഷിക്കാൻ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഹല്ലേലൂയ. ദൈവമക്കളെ, കാൽവറിയിലേക്ക് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഒന്ന് ഉറ്റു നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഹൃദയം തുറന്ന് ചില കാര്യങ്ങൾ പറയാമെങ്കിൽ ഇന്ന് ആത്മരക്ഷ പ്രാപിക്കാം. സ്വർഗരാജ്യത്തിൽ നിത്യതയുടെ അവകാശിയായി മാറാം. ഏത് കൊടും പാപിക്കും കാൽവറിയിൽ മോചനമുണ്ട്. ഹല്ലേലൂയ. അത് നിന്റെ പുണ്യപ്രവർത്തികളുടെ മാഹാത്മ്യം കൊണ്ടല്ല, നീ ചെയ്ത സുവിശേഷ വേലയുടേതായിരിക്കുന്ന ക്ഷേമം കൊണ്ടല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ചെയ്ത ആരാധനയുടെയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രാർത്ഥനകളുടെയും മെച്ചം കൊണ്ടല്ല. കാൽവറിയിലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗത്തിന്റെ ഫലമാണ് മോചനം. ആ യാഗത്തിൻ്റെ പ്രതിഫലമാണ് വീണ്ടെടുപ്പ്. ആ യാഗത്തിൻ്റെ ആത്യന്തികമായിരിക്കുന്ന ഗുണമാണ് നമുക്ക് ലഭിക്കുന്നത് നിത്യസ്വർഗം. കാൽവറിയിലേക്ക് അനേകർക്ക് പല വഴികളില്ല, ഒറ്റ വഴി മാത്രം. തൻ്റെ ദേഹമെന്ന തിരശ്ശീല കാൽവറിയിൽ ചീന്തി തുറന്ന വിശുദ്ധ വഴി മാത്രം. അവിടെ രക്തമുണ്ട്, പാപമോചനമുണ്ട്. ദൈവമക്കളെ, നിങ്ങളിത് കേട്ടിട്ട് പോയാൽ പോരാ. അത് വൃത്തികെട്ടതായ വലത്തുഭാഗത്തെ കള്ളൻ, തൂക്കിക്കൊല്ലാൻ തക്കവണ്ണം ഏറ്റവും നീചപാപം ചെയ്ത വലത്തുഭാഗത്തെ കള്ളൻ ഇപ്പോൾ പരിശുദ്ധന്മാർക്ക് വേണ്ടി കാക്കപ്പെട്ടിരിക്കുന്ന മണവറ പൂകി സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിത്യം ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുവെങ്കിൽ ആ ക്രൂശ് ഇന്നും ഗുണകരമായി സംസാരിക്കുന്നു. ആ ക്രൂശ് ഇന്നും വീണ്ടെടുക്കുന്നു. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ കാൽവറിയുടെ ശക്തി വ്യാപരിക്കട്ടെ, വീണ്ടെടുപ്പ് നടക്കട്ടെ, സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി മാറട്ടെ. ദൈവനാമം മഹത്വപ്പെട്ടെ. ഒന്ന്, ദൈവമേ പാപിയായ എന്നോട് കരുണ തോന്നണമേ, ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന. രണ്ട്, കർത്താവേ ദാവീദുത്ര എന്നോട് കരുണ തോന്നണമേ, കനാന്യ സ്ത്രീയുടെ പ്രാർത്ഥന. മൂന്നാമത്തെ ചെറിയ പ്രാർത്ഥന ബർത്തിമായി, ദാവീദുത്ര എന്നോട് കരുണ തോന്നണമേ. നാലാമത്തെ പ്രാർത്ഥന മുടിയനായ പുത്രൻ്റെ പ്രാർത്ഥന, എന്നെ ആക്കേണമേ. അഞ്ചാമത്തെ പ്രാർത്ഥന വലത്ത് ഭാഗത്തെ കള്ളൻ്റെ പ്രാർത്ഥന, എന്നെ ഓർത്തുകൊള്ളണമേ. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണം. ഇന്ന് നീ എന്നോട് പറുദീസയിലിരിക്കും. ഉത്തരം ലഭിച്ചു എല്ലാത്തിനും. അവസാനത്തെ എന്താണ്? അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം-59 വാക്യം. കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ ദൈവത്തിന് സ്തോത്രം. അവർ അവനെ കല്ലെറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. ആ രംഗത്തേക്ക് നിങ്ങളൊന്ന് മനനം ചെയ്തു വന്നേ. അടുത്തൊരാൾ നിൽക്കുന്നുണ്ട്, അവൻ്റെ പേര് ശൗലെന്നാണ്. യുവാക്കന്മാരുടെ ഒരു അനിഷേധ്യ നേതാവാണ്. കല്ലെറിയുന്നവരുടെ വസ്ത്രമെല്ലാം സൂക്ഷിക്കുന്ന ശൗലാണ്. കല്ലെറിയുവാൻ സമ്മതം കൊടുത്തത് ശൗലാണ്. പിന്നീട് പൗലോസായി മാറിയതായ ശൗല്. സ്തെഫാനോസിൻ്റെ കന്യപ്രസംഗം. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിനെ അത്യുച്ചത്തിൽ ഘോഷിച്ചു പറഞ്ഞു. അവരുടെ ജീവിതത്തിൽ വന്നുകൂടിയതായ യഹൂദന്മാരുടെ ജീവിതത്തിലെ പാപങ്ങൾ എന്തെല്ലാമാണെന്ന് വിരൽ ചൂണ്ടി കാണിച്ചു കൊടുത്തു. ദൈവമക്കളെ, അവർക്കാർക്കും ഇഷ്ടമായില്ല. അവർ കല്ലുതുള്ളിക്കൊണ്ട് കല്ലുമെടുത്തുകൊണ്ട് വന്ന് അവനെ എറിഞ്ഞു വീഴ്ത്തി. തറയിൽ വീണ് കിടക്കുകയാണ്, രക്തം വാർന്നൊലിക്കുന്നുണ്ട്. ഏതെല്ലാം അസ്ഥികൾ ഒടിഞ്ഞ് നമുക്ക് അറിഞ്ഞുകൂടാ. സ്തെഫാനോസിന് ഒന്ന് എഴുന്നേറ്റ് മുട്ടുകുത്തി നിന്ന് ദൈവത്തോടൊരു കാര്യം പറയണമെന്നുണ്ട്. പല പ്രാവശ്യം നോക്കി മറിഞ്ഞു ചാടി. പിന്നെ വിഷമിച്ച് കൈമുട്ടൂന്നി ഒന്ന് എഴുന്നേറ്റ് മുട്ടുകുത്തി അവിടെ നിന്നു. വളരെ വ്യക്തമായി പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവരുടെ പാപം നിർത്തരുത്. ദൈവത്തിന് സ്തോത്രം. ഞാനിത് എന്തിനാ പറയുന്നറിയാമോ? ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഒരു വിശ്വാസി മരിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി കാണിച്ചിരിക്കാം. നിങ്ങളെല്ലാവരും കേൾക്കണം. നമുക്കൊക്കെ ഒരു മരണമില്ലേ? ഇപ്പോൾ ഈ വചനം പറയുന്ന ഞാൻ കണ്ണടയ്ക്കുന്നൊരു ദിവസമില്ലേ? ആ മാത്യു സാറ് മരിച്ചുപോയി എന്ന് നിങ്ങൾ അറിയുന്ന ഒരു ദിവസമില്ലേ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളൊരു നല്ല അന്ത്യം വേണ്ടേ? എന്താണ് നല്ല അന്ത്യം? എന്താണ് നല്ല അന്ത്യം? കർത്താവേ, എൻ്റെ ആത്മാവിനെ ഇത്തരക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് അത് പറഞ്ഞുകൊണ്ടല്ലേ തലയാഴ്ച മരിച്ചത്. ആ ഒരു ഭാഗ്യം നമുക്ക് വേണ്ടേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോൾ മരിച്ചാലെന്നാ? ഇതൊരു വാങ്ങിപ്പോക്കലല്ലേ? എങ്ങോട്ടാണ്? ഇഹലോകത്തിൽ നിന്ന് പരലോകത്തിലേക്ക്, ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കണം, there is a next life
ആഫ്റ്റർ ദി ലൈഫ്. ദൈവത്തിന് സ്തോത്രം. ദർ ഇസ് എ ലൈഫ് ബിയോണ്ട് ദി ഡെത്ത് ഡോർ, എ ലൈഫ് ആഫ്റ്റർ ലൈഫ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതെവിടെ കഴിക്കണം? നരകത്തിലേക്ക് പോകാൻ അങ്ങോട്ടേ വാതിലുള്ളൂ. പിന്നെ അവിടെ കിടന്ന് കരഞ്ഞാൽ കരറാനൊക്കില്ല. മക്കളെ, നമുക്ക് സ്വർഗത്തിലെത്തണ്ടേ? ദൈവത്തിന് സ്തോത്രം. സ്തേഫാനസിനെ പോലെ മരിക്കണം. സ്തേഫാനസ് എന്ത് കണ്ടു? വായിച്ച് 7-ാം അധ്യായത്തിൻ്റെ 55-56 വായിച്ച് അത് കണ്ടുകൊണ്ടേ നിങ്ങൾ മരിക്കാവുള്ളൂ ഉറപ്പ് വരുത്തണം. വായിച്ചേ. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി കല്ലെറിയാണ്. സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ദൈവത്തിന് സ്തോത്രം. കല്ലെറിഞ്ഞ് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത്, തല പൊട്ടുന്ന സമയത്ത്, രക്തം വാർന്നൊലിക്കുന്ന സമയത്ത്, മറ്റുള്ളവർ പല്ല് ഇറുമുന്ന സമയത്ത്, കല്ല് ചീറിപ്പാഞ്ഞ് വന്ന് ശരീരത്തിൽ തറയ്ക്കുമ്പോൾ അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ഇത് സാധിക്കുമോ ദൈവമക്കളെ? എന്താ മരണക്കിടക്കയിൽ ദൈവത്തിന് സ്തോത്രം. മരണവേദനയായിരിക്കും, ഞരക്കമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് നിറവിൽ മരിക്കണ്ടേ? എൻ്റെ ഒരു കൊതി നിങ്ങളോടും കൂടെ പറയുകയാണ്. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. വേറെ ഒന്നിനും വേണ്ടി പ്രാർത്ഥിക്കണ്ട. ഒരു നല്ല അന്ത്യം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. പിന്നെ നോക്കിയത് എങ്ങോട്ടാ? ആരാ കല്ലെറിയണമെന്നല്ല നോക്കിയത്, ശരീരത്തിലേറ്റ മുറിവുകളിലേക്കല്ല നോക്കിയത്. അവൻ്റെ കണ്ണ് മരണസമയത്ത് ചെന്ന് തറ്റി നിന്നത് സ്വർഗത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ എന്ത് കണ്ടു? ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ദൈവത്തിനോ സ്തോത്രം. ദൈവമക്കളെ, ഭരിക്കുന്ന സമയത്ത് കരഞ്ഞു വെപ്രാളപ്പെട്ട് പരാതിക്കൊണ്ട് പലതിനെ ചൊല്ലി മനം കലങ്ങിയൊന്നുമല്ല. സ്വർഗം തുറന്നിരിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് ആ തുറന്നിരിക്കുന്ന വാതിൽ കൂടി നോക്കിയപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ജ്വലിച്ച് പ്രകാശിച്ച് ഈ ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. പിതാവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥർപ്പിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, ഒരു ചെറുപ്പക്കാരൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയായി മരിക്കുന്നത്, രക്തസാക്ഷിയാകുന്നത് കണ്ടു. അവൻ്റെ ആത്മാവിതാ പറന്നു വരുന്നു. അതിനെ സ്വീകരിക്കാൻ വേണ്ടി പുത്രൻ തമ്പുരാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ കൊതിയും ഞാൻ നിങ്ങളോടുള്ള അപേക്ഷയും പറയട്ടെ, ഇത് കണ്ടുകൊണ്ട് വേണം ഞാനും നിങ്ങളും മരിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിൻ്റെ സ്തോത്രം. ഇതിനു മുമ്പൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ? വലത്തുഭാഗത്തെ കള്ളൻ എന്ത് കേട്ടുകൊണ്ട് മരിച്ചു? എന്ത് കേട്ടുകൊണ്ട്? ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ആ ഒരു ഉറപ്പ് കിട്ടാതെ ആരും കണ്ണടക്കരുത്. ആ ഒരു ഉറപ്പ് കിട്ടാതെ ആരും ശ്വാസം വലിക്കരുത്. ഹല്ലേലൂയ. ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും. അതേ കാര്യം തന്നെ ഇവിടെ നടന്നത്. എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. ഹല്ലേലൂയ. ഇതാ കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്നു. അവൻ്റെ അവസാനത്തെ ആഗ്രഹം അവന് വേണ്ടിയിട്ടൊന്നുമല്ല. 60-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 60-ാമത്തെ വാക്യം. അവനോ മുട്ടുകുത്തി കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ദൈവമക്കളും നേരെ നോക്കി കേട്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് സ്വർഗ വീട്ടിലെത്താൻ സാധ്യമാകുകയുള്ളൂ. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? കൊല്ലുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കണം. കൊല്ലുന്നവർക്ക് വേണ്ടി എറിഞ്ഞ് അന്ന് ഇവനിത് പ്രാർത്ഥിക്കുമ്പോഴും ചുണ്ടിലേക്ക് കല്ല് വന്ന് വീഴാണ്. ഇപ്പോൾ എറിഞ്ഞ് എൻ്റെ ചുണ്ടും പല്ലും എല്ലാം തകർത്തവനെ അനുഗ്രഹിക്കണമേ. സാധിക്കുമോ? അവരുടെ പാപം നിർത്തരുതേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, എന്തെല്ലാം ഉപദ്രവങ്ങൾ ഏറ്റാലും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന ചെല്ലാൻ സാധിക്കുന്ന മക്കൾക്ക് വേണ്ടിയാണ് സ്വർഗവാതിൽ തുറക്കുന്നത്. ഇത് പറയാൻ എനിക്കെന്ത് യോഗ്യത? ഒരു വാക്ക് എതിർത്ത് പറഞ്ഞാൽ മതി, പിന്നെ ഭർത്താവിനോട് ഇഷ്ടമല്ല. ഭാര്യ ഒന്ന് അനുസരിച്ചില്ലെങ്കിൽ പിന്നെ ഭാര്യയോട് വൈരാഗ്യം. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ദൈവമക്കളെ വന്ന അന്തികോദാശയെല്ലാം കഴിഞ്ഞ് മനോഹരമായിരിക്കുന്ന ഒരു മാർബിൾ കല്ലറിൽ കൊണ്ട് അടക്കി 40 ദിവസം കുർബാനയും ചൊല്ലിയെന്നോർത്തുകൊണ്ട് സ്വർഗത്തിൽ ചെല്ലുമോ നിങ്ങൾ സ്വപ്നേവ ധരിക്കരുത്. ജീവിതത്തിൽ മോചനം കിട്ടാത്തൊരു പാപം വരരുത്. ദൈവത്തിന് സ്തോത്രം. ക്ഷമിക്കാൻ ആരോടും ക്ഷമിക്കാതിരിക്കരുത്. എനിക്ക് മറ്റുള്ളവരോട് ഒരു വൈരാഗ്യം പാടില്ല. ഇത് മാത്രമല്ല, നിറഞ്ഞ സ്നേഹമായിരിക്കണം, നിറഞ്ഞ വിശുദ്ധിയായിരിക്കണം, തികഞ്ഞ വിശ്വാസമായിരിക്കണം. അങ്ങനെ ഒരു മരണം നിങ്ങൾ കൊതിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ആത്മാവ് അതിന് കർമ്മ നിങ്ങൾക്കും തരട്ടെ, എനിക്കും തരട്ടെ. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു മരിച്ചതുപോലെ ഇന്ന് മരിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തു നമുക്കൊരു മാതൃക വെച്ചു പോയിരിക്കുന്നു. ജീവിക്കാൻ മാത്രമല്ല, മരിക്കാനും. ജീസസ് ക്രൈസ്റ്റ് ഈസ് എ പാറ്റേൺ നോട്ട് ഓൺലി ഫോർ അവർ ലിവിങ് ബട്ട് ഫോർ അവർ ഡൈയിങ് ടു. ഹല്ലേലൂയ. യേശു ജീവിച്ചതുപോലെ ജീവിക്കണം, യേശു മരിച്ചതുപോലെ മരിക്കണം.
സ്തേഫാനസിനെ പോലെ രക്തസാക്ഷി മരണമൊന്നും നമ്മൾ ചെയ്യണമെന്നല്ലേ എന്ന് പറഞ്ഞത്. പക്ഷെ ചെയ്യേണ്ടി വന്നാലും കർത്താവിനെ തള്ളി പറയരുത്. ഒരു വ്യക്തിയോടും കയ്പോ അകൽച്ചയോ പാടില്ല. നിങ്ങൾ സകലരോടും ക്ഷമിച്ചിരിക്കണം. ഞാൻ സകല പാപത്തിനും ക്ഷമ ചോദിച്ച് മാപ്പ് അപേക്ഷിച്ച് കഴുകൽ പ്രാപിച്ചിരിക്കണം. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ഹല്ലേലൂയ. ഞങ്ങളുടെ ഈ കൂട്ടായ്മ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ആരും നരകം കാണാനായിട്ട് മരിക്കാൻ ഇടവരരുത്. നന്ദിയോടെ സ്തോത്രം. നിങ്ങൾ മരിക്കുന്ന സമയത്ത് എല്ലാവർക്കും വേണ്ടി സ്വർഗരാജ്യം തുറന്നിരിക്കണം. ഇവിടെ കയറി വരികയെന്നുള്ള ഇമ്പശബ്ദം കേൾക്കാൻ തക്കവണ്ണമായിരിക്കണം മരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നിറഞ്ഞ ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, എങ്ങനെ ജീവിക്കണം, എങ്ങനെ മരിക്കണം എന്ന് നീ ഞങ്ങളെ കേൾപ്പിച്ചു. കർത്താവ്, നൈമിഷികമായിരിക്കുന്ന പ്രാർത്ഥന ഓരോ സമയത്തും നടക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും കർത്താവ് ചില കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴും എല്ലാം എൻ്റെ യേശുവേ കരുണ തോന്നണമേ, നിൻ്റെ കാവൽ തരണമേ കർത്താവേ. അതുപോലെ ആ തൊട്ടുള്ളതായ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ എപ്പോഴും ഉള്ളത്തിൽ നിന്ന് ഉരുവിടാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കൊരു കൊതിയുണ്ട് കർത്താവേ, നിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ അടിയങ്ങളെ പെടുത്തണമേ. അല്ല കർത്താവേ, ഇപ്പോൾ നിൻ്റെ വരവിന് മുമ്പ് ഞങ്ങൾ മരിച്ചു പോവുകയാണെങ്കിൽ രൂപാന്തരം പ്രാപിച്ച സ്വർഗ വീട്ടിൽ നിത്യത കഴിപ്പാൻ തക്കോണം ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ ഒന്ന് സഹായിക്കണമെന്ന് യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ.